നമുക്കത് കുറച്ച് പച്ചണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി കറി വെച്ചാലോ? പച്ചണ്ടി എടുത്ത് രണ്ടായി മുറിച്ചെടുക്കുന്നുണ്ടേ. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്ത് തൊലിച്ചെടുത്തു. പിന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീര് പിഴിഞ്ഞും ഒരു ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുപ്പ് കത്തിച്ച് അതിലേക്ക് പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് ലേശം എണ്ണ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 പച്ചമുളക് കീറിയിടുക, പച്ചമുളക് അരിഞ്ഞത്, കൊച്ചുള്ളി, പച്ചണ്ടി 2ആയി എരിഞ്ഞത്, അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ചൂടായി വന്ന എണ്ണയിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, മുളക്, പച്ചണ്ടി അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് വെന്തതിന് ശേഷം അതിനെ ഒരു 1/2 മിനിറ്റ് അടച്ചു വെക്കുക. വാവ്, നല്ല മണമാണ് കേട്ടോ. അപ്പം എല്ലാവരും വെച്ച് നോക്കണം. കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അതിനെ ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.